പിന്നെ ഉള്ളത് ഈ ഫോറിൻ ബോഡിയാണ്. ഈ ഫോറിൻ ബോഡി അത് പറ്റി ഈ ബോയിങ്ങിൻ്റെ മുമ്പ് റിട്ടയർ ആയിട്ടുള്ള മെയിൻ്റനൻസും എഞ്ചിനീയേഴ്സും ക്വാളിറ്റി എഞ്ചിനീയേഴ്സും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളുണ്ടല്ലോ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ കഷ്ണം അവിടെ കുടുങ്ങി, അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം അവിടെ ഇട്ടു, ഇതൊക്കെ എഞ്ചിൻ്റെ കൺട്രോളിങ് പാർട്ടിൻ്റെ ഇടയിലോട്ട് കുടുങ്ങിയിരുന്ന് സ്റ്റക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ വളരെ ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ഈ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൽ എടുത്തിട്ടുള്ളത്. ഈ ലൂസ് ആർട്ടിക്കിൾസ് അത് വളരെ പ്രൈമറിയാണ്. നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് 10 ടൂൾ കൊണ്ടുപോയി എന്തൊക്കെ ടൂൾസ് നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് എടുക്കുന്നുള്ള റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു ടൂൾ ബൈ മിസ്റ്റേക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഉരുണ്ടുപോയി വല്ല കൺട്രോളിൽ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ചെക്കിംഗ് എന്ന് പറഞ്ഞ് വളരെ പ്രോപ്പറാണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ്, ലേ ഡൗൺ ആണ്. ഇത് സ്കിപ്പ് ആവാനുള്ള സാധ്യത തീരെയില്ല. ആൾറെഡി റിട്ടേൺ ആണ്. ഒരാൾക്ക് ഓർമ്മയിൽ നിന്ന് ഞാനത് മറന്നുപോയി, അത് ചെയ്യാൻ മറന്നുപോയി എന്ന രീതിയില്ല. ആൾറെഡി ചെക്ക് ലിസ്റ്റ് ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെക്ക് ചെയ്യണം. ഒരു സാധനം ഓൺ ചെയ്ത് റഡാർ ഓൺ ചെയ്താൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓൺ ചെയ്താൽ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കണം, റിസീവ് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കണം.